എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റോമേഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 1998 ഹോണ്ട സിറ്റി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് തന്നെ ഹോണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഹോണ്ട സിറ്റി എന്നാണ് എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത്. അത്രത്തോളം ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിയ ഒരു വാഹനമാണ് ഹോണ്ട സിറ്റി എന്ന് പറയുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു കറുത്ത കളറുള്ളൊരു ഹോണ്ട സിറ്റിയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹോണ്ട സിറ്റിയുടെ 5ാമത്തെ ജനറേഷൻ്റെ 2ാമത്തെ ഫേസ് ലിഫ്റ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പുതുതായിട്ട് വന്നിരിക്കുന്ന ബ്ലാക്ക് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞൊരു കളറിലുള്ള വാഹനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് ഈ ഫേസ് ലിഫ്റ്റിൽ വന്ന വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മളിന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് നമ്മളൊരു ചരിത്രം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെഗസി ഉള്ളൊരു വാഹനമാണ്. പ്രത്യേകിച്ച് 1981 കാലഘട്ടങ്ങളിൽ ജപ്പാനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ ഡോറായിട്ട് വന്നിരിക്കുന്ന ഒരു ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നു. അതിനുശേഷം പല വേരിയൻറ്റുകളും പല ജനറേഷനുകളൊക്കെ കടന്ന് ഇപ്പോൾ 2026 വന്ന സമയത്ത് ഏറ്റവും പുതിയ വാഹനമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എസ്തെറ്റിക്കലി വന്ന ചേഞ്ചുകൾ, അതായത് ലുക്കിലും ഡിസൈനിലും വന്ന ചേഞ്ചുകളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ തന്നെ അകത്തുള്ള കുറച്ച് സുഖസൗകര്യങ്ങളും കൂടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഹോണ്ടയെ സംബന്ധിച്ച് പറയുമ്പോൾ ഫീച്ചേഴ്സ് കുറവാണെന്ന് ഒരുപാട് പരാതികൾ ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. സോ അഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. അപ്പോൾ എൻ്റെ കൂടെ കിടക്കുന്ന ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഫേസിൽ തന്നെ വന്നിരിക്കുന്ന പ്രധാനമായിട്ടുള്ള മാറ്റങ്ങളാണ്. വാഹനത്തിൻ്റെ ലുക്ക് ഗംഭീരമായിട്ട് മാറിയിട്ടുണ്ട്. ഡയമെൻഷൻസിലൊക്കെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ്, അതായത് ഈ ഡിസൈനായിട്ടുള്ള ചേഞ്ചസ് ഈ ഫ്രണ്ടിലെ ബമ്പറിൻ്റെ ഏരിയയിലൊക്കെ വരുമ്പോഴുള്ള മില്ലിമീറ്റർ കണക്കിലുള്ള ചേഞ്ചസ് മാത്രമാണ് ഹാപ്പൻ ആയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് പറഞ്ഞത് ഹോണ്ടയുടെ ലോഗോ ഫ്രണ്ടിലെ ആ ഒരു ഹുഡിൻ്റെ എൻഡിലായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴേക്ക് വരുന്ന സമയത്തേക്ക് ഒരു മെട്രിക്സ് ആയിട്ട് വരുന്ന ഒരു ഗ്രില്ല് നമുക്കൊരു പോർഷൻ നമുക്കവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. വണ്ടിയുടെ ഒരു ലുക്ക് തന്നെ മാറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ 360 ക്യാമറ അനിവാര്യമായിരുന്നു. അപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിലേക്ക് വരുന്ന സമയത്തേക്ക് 360 ക്യാമറ വന്നിട്ടുണ്ട്. നമുക്ക് നിലവിൽ 4 വേരിയൻസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് SVV, XZ, ZX പ്ലസ് ഇതുപോലുള്ള വേരിയൻസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിലേക്ക് വന്ന സമയത്ത് നമുക്ക് ആ 360 കാണാം. അതിന് തൊട്ട് താഴേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു 7ാം പോർഷൻ നമുക്ക് കാണാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് വന്നിരിക്കുന്ന ലൈറ്റുകളാണ്. വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റുകളാണ് വന്നിരിക്കുന്നത്. ബ്ലേഡ് ഐ എന്നാണ് ഇതിന് പറയുന്നത്. ബ്ലേഡ് ഐ ആയിട്ട് വന്നിരിക്കുന്ന ലൈറ്റുകളാണ്. DRLs നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. HID ആയിട്ട് വരുന്ന ലാംപ്സ് ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു സെൻട്രൽ ലൈറ്റ് കൺസോളും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ലഭിക്കുന്നതാണ്. 7ാം പോർഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷനിങ് ആയിട്ട് വരുന്ന ഒരു എയർ കട്ടൻ ഉണ്ട്. അതായത് നമുക്ക് ഇവിടുന്ന് കാറ്റ് നമുക്ക് സ്കൂപ്പ് ചെയ്ത് വാഹനത്തിൻ്റെ ടയറിലേക്കും ഡിസ്കിലേക്കും പോകത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈൻ എലമെൻറ്റ് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ മുമ്പിൽ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് അഡാസിൻ്റെ ക്യാമറാസും കാര്യങ്ങളൊക്കെ, ഹോണ്ട സെൻസിങ് അഡാസിൻ്റെ ക്യാമറാസും കാര്യങ്ങളൊക്കെയാണ്. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സേഫ്റ്റി ടെക്നോളജീസ് എല്ലാം ഇൻബിൽറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്തേക്കുള്ള മാറ്റങ്ങൾ നോക്കാം. സൈഡ് പ്രൊഫൈലിൻ്റെ ലുക്സിലേക്ക് വരുമ്പോഴും ഗംഭീര മാറ്റങ്ങളാണ് വരുന്നത്. നിങ്ങൾ ആ ഒരു ഫ്രെയിമിൽ കാണുന്ന സമയത്തേക്ക് അതിൻ്റെ ഒരു ഒഴുക്കൻ ഡിസൈൻ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. പെട്ടെന്ന് നമുക്ക് ഒരു ചേഞ്ച് നമ്മുടെ കണ്ണിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ അലോയ് വീൽസ് ആണ് വരുന്നത്. എയറോ ഡൈനാമിക് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ എയറോ ഇൻസേർട്ടുകളായിട്ട് വരുന്ന ഡയമണ്ട് കട്ടായിട്ട് വരുന്ന അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 16 ഇഞ്ചിൻ്റെ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ ഡ്രം ബ്രേക്സുകളാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ മക്ഫേഴ്സൺ സ്ട്രക്റ്റും കോയിൽ സ്പ്രിങ്ങും വരുമ്പോൾ ബാക്കിൽ ടോഷൻ കപ്പിൾ ബീമാണ് ബാക്കിൽ നമുക്ക് സസ്പെൻഷനായിട്ട് വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് സസ്പെൻഷനെ കുറിച്ചൊക്കെ നമുക്ക് മെയിനായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. അതുപോലെ നമുക്ക് 6 കളേഴ്സിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അതിലെ ബ്ലാക്ക് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മിറേഴ്സിലേക്ക് വരുവാണെങ്കിൽ ബോഡി കളർ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 360 ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഡോർ ഹാൻഡിൽസും റിക്കറ്റ് സെൻസറും ഒക്കെ നമുക്കിവിടെ കാണാൻ നമുക്ക് സാധിക്കും. മൊത്തം 2600 mm ആണ് ഇതിൻ്റെ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ വീൽ ബേസ് ഉള്ളൊരു വാഹനമാണ്. മൊത്തം ലെങ്ത് എന്ന് പറഞ്ഞാൽ 4594 mm ആണ് വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് ആയിട്ട് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈൽ മനോഹരമാണ്. നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു LED ടെയിൽ ലാമ്പിൻ്റെ ഒരു ഭാഗങ്ങൾ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. 3D ആയിട്ട് വരുന്ന ഒരു LED ടെയിൽ ലാംപ്സ് ആണ്. Z ഷേപ്പിലാണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള LED, ആ ഒരു ലൈറ്റിംഗ്, ഒരു ആംബർ കളർ ലൈറ്റിംഗ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. നമുക്ക് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഒരു കട്ടുകളും കംപ്ലീറ്റ് ഡിസൈനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സ്പോർട്ടി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കോബ്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സ്കൾപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ബാക്ക് സൈഡിൽ ഇവിടെ സിറ്റി എന്ന് പറഞ്ഞൊരു ഐറ്റി നമുക്കിവിടെ കാണാം. അത് ഹോണ്ടയുടെ ലോഗോ ഒക്കെ ഉണ്ട്. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിഫ്യൂസർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പോർട്ടിയാണ്. നിങ്ങൾക്ക് എത്ര മാത്രം ക്യാമറ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്കാ സ്പോർട്ടി ആയിട്ട് തന്നെയാണ് കമ്പനി ബിൽറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കാം. 506 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്ക് ഈ വാഹനത്തിനകത്ത്
വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള വലിയ ബൂട്ട് സ്പേസ് ആണ്, 500 ലിറ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് വരുവാണെങ്കിൽ ഒരു സ്പെയർ ടയറും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബാക്കിൽ നിന്ന് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം കൊണ്ട് മനോഹരമാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഷാർഫിൻ ആൻഡ് നമുക്ക് വാഹനത്തിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഈ സ്കൂപ്പി ഡിസൈനിൽ വരുമ്പോൾ ഇവിടെ ഒരു ഡീഫവറുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു കേർട്ടൻ ഉണ്ട് കേട്ടോ. കേർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ അകത്തേക്ക് നമുക്ക് ബ്ലൈൻഡ് വ്യൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴും എല്ലാം കൊണ്ട് യൂട്ടിലിറ്റി കൊണ്ടൊക്കെ നോക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് അവലംബിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം. എന്തൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ പ്രീമിയം ആയി എന്നുള്ളതാണ്. എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 2 ടോണിലാണ് വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. എല്ലാം ഒരു ബ്ലാക്കിൻ്റെ ഫിനിഷും അതുപോലെ തന്നെ സീറ്റിലേക്ക് വരുവാണെങ്കിൽ ഐവറി ഫിനിഷിലാണ് ഒരു ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമുക്കിനി സീറ്റ്സിനെ കുറിച്ച് സംസാരിക്കാം. സീറ്റിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ 2 സീറ്റിനകത്തും വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. നേരത്തെ ശരിക്കും വെന്റിലേറ്റഡ് സീറ്റ്സ് ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലെതറായിട്ട് വരുന്ന സീറ്റുകളാണ്. മാനുവൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള വന്നിരിക്കുന്നത്. ഈ സീറ്റുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ വെന്റിലേറ്റഡ് സീറ്റിനകത്ത് ഒരു നടുക്കുള്ള ഒരു പോർഷൻ മാത്രമായിരിക്കും വെന്റിലേഷൻ വരുന്നതെങ്കിലും ഈ സീറ്റ് എൻറ്റയർലി വെന്റിലേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ചൂടത്ത് നിന്നൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പെട്ടെന്ന് തണുക്കുന്നതായിരിക്കും. പിന്നെ ഇനി അടുത്തത് നമുക്ക് അകത്ത് കയറിയതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സ്റ്റിയറിംഗിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ ബ്ലാക്ക് ലെതറായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് അഡാസിൻ്റെ കൺട്രോൾസ് അതുപോലെ മീഡിയ കൺട്രോൾസ് ഇത്തരം കാര്യങ്ങളല്ല നമ്മൾ സാധാരണ ഒരു സ്റ്റിയറിംഗിലുള്ള എല്ലാ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഈ വാഹനത്തിനകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്കിവിടെ കാണാൻ നമുക്ക് സാധിക്കും. നമുക്ക് 2 തരത്തിലുള്ള ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു 7 സ്പീഡ് CVT ട്രാൻസ്മിഷനാണ്. ഇതിനകത്ത് ആ 7 സ്പീഡ് ആയതുകൊണ്ടാണ് പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിരിക്കുന്നത്. കൂടാതെ ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് സ്റ്റിയറിംഗിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ നോക്കാം. സ്റ്റിയറിംഗിനെ കുറിച്ച് മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ആയിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ സ്റ്റിയറിംഗിൻ്റെ പൊസിഷൻ നമുക്ക് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ അടുത്ത ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണ്. അതിന് മുമ്പായിട്ട് തന്നെ എനിക്കിതിൻ്റെ ഒരു സ്പീക്കർ സിസ്റ്റത്തെക്കുറിച്ച് പറയാനുള്ളത്. 8 സ്പീക്കേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് 2 ടയേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു 8 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ ആയിരുന്നെങ്കിൽ ഇത് 10.1 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു അപ്ഗ്രേഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ 2 സൈഡിൽ AC വെൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോണ്ട കണക്റ്റിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ഏകദേശം 39ഓളം ഫീച്ചേഴ്സാണ് വരുന്നത്. ഇതുകൂടാതെ നമുക്ക് ഫോൺ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും വയർലെസ്ലി. നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ ആപ്പിൾ കാർപ്ലേ ഈ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് പാനലിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരു 7 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു അനലോഗ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് അവിടെ വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ AC വെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കാണും. തൊട്ട് താഴെ തന്നെ ഇതിൻ്റെ കൺട്രോൾസ് കാണാം. പല വാഹനങ്ങളിനകത്ത് നമുക്ക് ഈ ഡിസ്പ്ലേയിലേക്ക് അതിന് കൺട്രോൾസ് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നമുക്ക് തപ്പിയെടുക്കാനും അറേഞ്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടെ മാനുവലി ആ സ്വിച്ചസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 360 അതുപോലെ നമുക്ക് ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ സ്വിച്ചസ് ആണ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നത്. ഇനി ഈ വാഹനത്തിലേക്ക് നമുക്ക് അഡീഷണലി നമുക്കൊരു സാധനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വയർലെസ് ചാർജർ നമുക്ക് ഓൾറെഡി കിട്ടുന്നതാണ്. അതുപോലെ ഇവിടെ നമുക്ക് പവർ ഔട്ട്ലെറ്റുകൾ കാണാം. അതുപോലെ USB-C അതുപോലെ തന്നെ USB-A ഇൻപുട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. 2 കപ്പ് ഹോൾഡേഴ്സ് വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ട്രാൻസ്മിഷൻ ഇത് ഞാൻ പറഞ്ഞല്ലോ 7 സ്പീഡ് CVT ട്രാൻസ്മിഷൻ വരുന്നത്. ഒരു 6 സ്പീഡ് നമുക്കൊരു മാനുവൽ ട്രാൻസ്മിഷൻ നമുക്ക് വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെയൊക്കെ ലെതറിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഒരു 3D എലമെൻറ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു അയൺ ഫിനിഷിനുള്ള 3D എലമെൻറ്റ് കാണാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്ലൂ കളർ ലൈറ്റ് കാണാം. 7ഓളം ആംബിയൻ കളർ ലൈറ്റിംഗ് ഈ വാഹനത്തിനകത്ത് മൂഡ് ലൈറ്റിങ്ങോടെ വാഹനത്തിനകത്ത് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ റൂഫിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ബെസൽലെസ് ആയിട്ട് വരുന്ന ഒരു IRB നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ബെസൽലെസ് എന്ന് പറഞ്ഞാൽ ഇതിന് എഡ്ജസ് ഇല്ല കേട്ടോ, കാരണം ഗ്ലാസ് തന്നെയാണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് റീഡിംഗ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ചെറിയ സൺ റൂഫ് ഈ വാഹനത്തിനകത്തുണ്ട്. ഇതൊക്കെ കൂടാതെ നമുക്ക് സൺവൈസസിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ആൻറ്റി മിറേഴ്സ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ യൂട്ടിലിറ്റിയുടെ കാറ്റിൽ നിന്നൊന്നും യാതൊരു കുറവും വന്നിട്ടില്ല. നമുക്ക് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പറയാം. ആർക്ക് ബോഡി സ്ട്രക്ചറാണ് വാഹനത്തിനകത്ത് വരുന്നത്. അതുകൂടാതെ തന്നെ 6 എയർ ബാഗുകൾ വാഹനത്തിനകത്ത് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ ഇതൊക്കെ എല്ലാം സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. അതുപോലെ നമുക്ക് ISO-FIX ചൈൽഡ് സീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഹനം സൂപ്പറായിട്ടുള്ള ബോഡിയൊക്കെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ഇതുവരെ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ലക്ഷണം കണ്ടിട്ട് ഒരു 5 സ്റ്റാർ സ്കോർ ചെയ്യാനാണ്. കാരണം ഇപ്പോഴത്തെ വാഹനങ്ങൾക്ക് നമ്മൾ കാണുമ്പോൾ ബോഡി പിടിക്കുമ്പോൾ അറിയാം ഇതൊരു 5 സ്റ്റാർ റേറ്റിംഗിലേക്ക് പോകാനാണ് ഇതിൻ്റെ ചാൻസസ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഡ്രൈവർ ഏരിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റോയിലേക്ക് പോകാം. സെക്കൻഡ് റോ
സീറ്റുകളാണ് ഇരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് റോ സീറ്റുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കുക. പ്രധാനമായിട്ടും വീതിയുള്ള സീറ്റുകൾ തന്നെയാണ്, ലെതറേറ്റഡ് ആണ് വരുന്നത്, പെർഫറേറ്റഡ് ആണ്. ബാക്കിലെ സീറ്റ് വെന്റിലേറ്റഡ് അല്ല. പിന്നെ നമുക്ക് 3 പേർക്ക് ഇരിക്കും, കാരണം പ്ലാറ്റ്ഫോമൊക്കെ നമുക്ക് അധികം പൊക്കമൊന്നുമില്ല, നടുക്കത്തെ ഒരു പോർഷൻ ആ ടണലൊന്നും അത്രയും പൊക്കമൊന്നുമില്ല. അപ്പോൾ 3 പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാണ്ട് സാധിക്കും. 2 പേരാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്. കൈയൊക്കെ ഇങ്ങനെ വെച്ച് നമുക്ക് ഇവിടെ പെപ്സിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന പോലെ പാനീയങ്ങളൊക്കെ വെച്ച് നമുക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഉള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ചെറുതായിട്ട് സ്കൂപ്പി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ പ്രോബ്ലം ഇല്ല. ഒരു 6 അടി വരെ ഉള്ളവർക്ക് പ്രശ്നമാണ്, അല്ല 6 അടി വരെ ഉള്ളവർക്ക് കുഴപ്പമില്ല. അതിന് മുകളിലുള്ളവർക്ക് ചിലപ്പം തല മുട്ടാനുള്ള ഒരു ചാൻസസ് ഉണ്ടായിരിക്കാം. എന്നാലും പൊതുവെ ബേസിക്കലി വലിയ പ്രോബ്ലം ഒന്നും ഫെയിൽ ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ ബാക്കിൽ എ സിയുടെ വെൻറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 സീപോർട്ടുകൾ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സീപോർട്ടുകളൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് റോയെ കുറിച്ച് പറയാനുള്ളത്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കാം. ഹോണ്ട ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ എഞ്ചിനകത്ത് യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. വിശ്വവിഖ്യാതമായിട്ടുള്ള ഐവിടെക് ആ എഞ്ചിൻ തന്നെയാണ് വാഹനത്തിനകത്ത് വെച്ചിരിക്കുന്നത്. 4 സിലിണ്ടറായിട്ട് വരുന്ന എഞ്ചിനാണ്, 1.5 ലിറ്ററാണ്. പെട്രോൾ മാത്രമേ നമുക്ക് എഞ്ചിനായിട്ട് ഫ്യൂവലായിട്ട് നമുക്കുള്ളൂ. പിന്നെ വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ 2009 തന്നെ E20 കോംപ്ലൈൻ്റ് ആയിട്ടുള്ള ഫ്യൂവൽ സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഈ ഇടയ്ക്ക് ഭയങ്കര വലിയ ചർച്ചയായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഈ E20 കോംപ്ലൈൻ്റ് എഥനോൾ കൂടുതലുള്ള ഫ്യൂവൽ വന്ന സമയത്തേക്ക് എഞ്ചിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. എഞ്ചിൻ്റെ ഓരോ റബ്ബർ പാർട്സൊക്കെ ദ്രവിച്ച് പോകുന്നതും വണ്ടി തുളയിടുന്നതും വണ്ടി തീ പിടിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ആശങ്കയിലാക്കിയതാണ്. പക്ഷേ ഹോണ്ട ആ കാലം മുതലേ ഇത് അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുകയും ആ E20 കോംപ്ലൈൻ്റ് ആയിട്ടുള്ള ഫ്യൂവൽ സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ E30 ഫ്യൂവൽ വന്നാലും സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അനൗദ്യോഗികമായിട്ട് കിട്ടിയ വിവരങ്ങളാണ്. അപ്പോൾ അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ഇവർ ചിന്തിച്ച് പോകുന്നത്. നമുക്കിനി എഞ്ചിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് 121 PS ആണ് വരുന്നത്. അതുപോലെ 145 എണ്ണം ടോർക്ക് വാഹനം ഡെലിവർ ചെയ്യുന്നുണ്ട്. മൈലേജിൻ്റെ ഫിഗേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് വരികയാണ് 17.79, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് വരികയാണ് 17.99 കിലോമീറ്ററാണ് നമുക്ക് മൈലേജ് 1 ലിറ്റർ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മൈലേജിൻ്റെ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. എഞ്ചിനെ കുറിച്ച് ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പെട്രോൾ എഞ്ചിൻ മാത്രമല്ല, ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ഫുള്ളി ഹൈബ്രിഡ് സ്ട്രോങ് ഹൈബ്രിഡ് ആയിട്ടുള്ള വരുന്ന ഒരു എഞ്ചിനും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വരുന്ന ഒരു ഹൈബ്രിഡ് എഞ്ചിനും കൂടെ ആയിരിക്കും നമുക്ക് ഹോണ്ട സിറ്റിയിൽ നമുക്ക് ലഭിക്കുക. നമുക്ക് ആ വാഹനത്തിലേക്ക് വരുവാണെങ്കിൽ 25 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് പ്രൈസിന് ഏറ്റവും ടോപ്പ് ആയിട്ട് ഒരു വേരിയൻ്റേ ഉള്ളൂ. ടോപ്പ് ആൻഡ് വേരിയൻ്റാണ്. ആ വണ്ടി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് നമുക്ക് സാധിക്കും. അതിനകത്തേക്കും ഏറ്റവും നൂതനമായിട്ടുള്ള ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 27ഓളം കിലോമീറ്ററാണ് മൈലേജ് നമുക്ക് ലഭിക്കുക. ഇനി ഈ വാഹനത്തിൻ്റെ മറ്റുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഹോണ്ട കൊടുക്കുന്ന പോലെ ഒരു വാറണ്ടി വേറൊരു ബ്രാൻഡിനും കൊടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വാറണ്ടി ഫിഗേഴ്സ് കൊടുക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാറണ്ടി 5 വർഷമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അൺലിമിറ്റഡ് കിലോമീറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 7 വർഷം വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. 10 വർഷം വരെ എനി ടൈം വാറണ്ടി നമുക്ക് ഈ വാഹനം ബ്രാൻഡ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ഫേസ് ലിഫ്റ്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ വിലയും കൂടെ നമുക്ക് നോക്കാം. വില എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഹോണ്ട വരുത്തിയിട്ടില്ല. ഏറ്റവും ബേസിൻ്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്തേക്ക് 11,99,000 രൂപ, ഏകദേശം ഒരു 14 ലക്ഷം രൂപ ബ്രാക്കറ്റിലൊക്കെ നമുക്ക് വാഹനം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുപോലെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിലേക്ക് വരുമ്പോൾ നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വരുവാണെങ്കിൽ ഏകദേശം ഓൺ റോഡിലേക്ക് വരുമ്പോൾ 25 ലക്ഷത്തോളം രൂപയാണ്. അതായത് 21 ലക്ഷം രൂപയാണ് വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിലയെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള മുത്തൂറ്റ് ഹോണ്ടയാണ്. മുത്തൂറ്റ് ഹോണ്ടയായിട്ട് നമുക്ക് വളരെ ദീർഘനാളത്തെ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ റേറ്റിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ 4.8 റേറ്റിംഗ്സ് ഉള്ള ഒരു സ്ഥാപനമാണ്. കാരണം ഒരു കാർ കമ്പനിയിൽ പലവിധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ്സ് ഉള്ള ഒരു സ്ഥാപനമാണ്. ഡീലിംഗ്സ് ഒക്കെ ആണെങ്കിലും വളരെ മികച്ച ഡീലിംഗ്സ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ നമ്പേഴ്സ് ആരെ കൊടുത്തേക്ക് നേരെ മുത്തൂറ്റ് ഹോണ്ടയിലേക്ക് വന്നാൽ മതി. നമുക്ക് വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, അല്ലെങ്കിൽ വാഹനം നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ ഒന്ന് കമൻറ്റ് വേണം എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.